പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശത്തിലാണെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശിച്ച് കണക്ഷൻ മസ്റ്ററിങ്ങിന് ഗ്യാസ് ഏജൻസികളിൽ തിരക്ക്. അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും വലിയ തോതിലാണ് ഉപഭോക്താക്കൾ ഏജൻസികളിലേക്ക് എത്തുന്നത്. മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഗ്യാസ് ലഭിക്കില്ല എന്ന വാർത്ത പ്രചരിച്ചതോടെയാണ് തിരക്ക് അനുഭവിക്കാൻ തുടങ്ങിയത്. ഓൺലൈനിലൂടെയും വിവരങ്ങൾ പുതുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മുതിർന്നവർക്ക് ഇതിന് കഴിയാത്ത സ്ഥിതിയാണ്. ഏജൻസികൾ ഓൺലൈനിലൂടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട സൈറ്റ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്തുന്നതാണ്. പലപ്പോഴും ഇന്റർനെറ്റ് തടസ്സപ്പെടുന്നത് നടപടി വൈകാനിടയാകുന്നുണ്ട്. മസ്റ്ററിംഗ് നടത്താനെത്തുന്നവരിൽ ഏറെ പേരുടെയും ബുക്കിലെ പേര് മാറ്റേണ്ട സാഹചര്യമാണുള്ളത്. നിലവിലുള്ള ഉടമ മരണപ്പെട്ടെങ്കിൽ പേര് മാറാതെ കിടക്കുന്നതിനാൽ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റാതെ മസ്റ്ററിംഗ് നടത്താനാവില്ല. ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനത്തിലാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്ഡേഷൻ പൂർത്തിയാകുമ്പോൾ കണക്ഷൻ എടുത്ത വേളയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് eKYC അപ്ഡേറ്റഡ് സന്ദേശം ലഭിക്കും. കണക്ഷൻ എടുത്തവർ വിദേശത്തോ കിടപ്പ് രോഗിയോ ആണെങ്കിൽ മറ്റൊരാളുടെ പേരിൽ കണക്ഷൻ മാറ്റി വേണം മസ്റ്ററിംഗ് നടത്താൻ. ഇതിൽ വ്യക്തത നൽകാൻ ഗ്യാസ് ഏജൻസികൾക്കും കഴിയുന്നില്ല. ആപ്പിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുമെന്ന സന്ദേശം ലഭിക്കുന്നതിനാൽ മറ്റു പ്രശ്നങ്ങൾക്ക് ഇടയില്ല എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് തിരക്ക് കൂട്ടേണ്ടതില്ല എന്നും ഏജൻസി അധികൃതർ പറയുന്നു. അവസാന തീയതി സംബന്ധിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇവർ വ്യക്തമാക്കി.